ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് മാമൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ദിവസം മുത്തുമാൻ്റെ വീട്ടിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ കുറേ നാളായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ കസിനിതാ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന കസിൻസും പിന്നെ അതുപോലെ ഉമ്മയും എല്ലാവരും കൂടി ആയിട്ട് അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഞാനും ഒരുപാട് നാളായിട്ട് ഈ വീട് അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റമൊക്കെ കാണാൻ നല്ല ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു യാത്രയിലൂടെ അതും സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വീടിൻ്റെ എല്ലാ ഭാഗത്തും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമായി. പിന്നെ കസിൻസിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു. എല്ലാവരും ഒരേപോലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമായി. ചെയ്തിരുന്നത് ഒരു 1 ഡേ ട്രിപ്പ് പോലെ രാവിലെ പോയി വൈകുന്നേരം വരാമെന്നായിരുന്നു. അവിടുത്തെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് അവിടെ താമസിക്കാമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ബാത്റൂമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത് കസിൻസാണ് കേട്ടോ. ഇങ്ങനത്തെ യാത്രകൾ പോകുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫാമിലി അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വീട്ടിലുണ്ടായിരുന്നതിനേക്കാൾ എക്സ്ട്രാ ഒരു സമാധാനം കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. മൈൻഡൊക്കെ റിലാക്സായി. എനിക്ക് വീടും അതുപോലെ തന്നെ മുറ്റമൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചു ഇലക്ട്രിക് വീൽ ചെയർ കൊണ്ടുവരികയായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എനിക്ക് അവിടെ ഇങ്ങനെ ഓടിച്ചെടുക്കാമായിരുന്നു എന്ന്. പക്ഷേ എനിക്ക് ബാത്റൂമിലേക്ക് സാധാ വീൽ ചെയറാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതന്നെയായിരുന്നു അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീടൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ ചുറ്റിലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, കസിൻസൊക്കെ. പക്ഷേ അവരൊന്നും വീഡിയോയിൽ കാണിക്കാൻ അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ എന്നെ മാത്രം കാണിച്ചെന്നുള്ളൂ. ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാനും കുട്ടികളും കൂടി മുറ്റത്തൊക്കെ ഇങ്ങനെ വീൽ ചെയർ ഇങ്ങനെ ഓടിച്ചു കിടന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു അവർക്ക്. അപ്പോൾ എനിക്കും അത് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ കസിൻസിൻ്റെ കുട്ടികളാണ് കേട്ടോ. അവർക്കും ഈ വീഡിയോയിലൊക്കെ അങ്ങനെ ഞങ്ങളെ കാണിക്കും, ഞങ്ങളെക്കുറിച്ച് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഓരോ മൊമെൻറ്റും അടിപൊളിയായിരുന്നു, ഓർത്തിരിക്കാൻ പാകത്തിൽ. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2026 എന്ന് പറയുന്നത് ഒരു എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് ഫീലാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അടുത്ത ദിവസം എഴുന്നേറ്റു, ഫ്രഷായി, ചായ കുടിച്ചു. എല്ലാവരുമായിട്ട് കുറച്ചുകൂടി സംസാരിച്ചു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.